മൂവാറ്റുപുഴയിൽ നിന്ന് SDPI അത് ഒരു സമൂഹത്തിന് കൊള്ളാവുന്ന സംഘടനയല്ലല്ലോ. SDPI ഒരു സംസ്ഥാന ജാഥ അവിടുന്ന് കാസർഗോഡ് നിന്ന് തുടങ്ങുന്നു. കുറേ കാലം അവർ അങ്ങനെ അനങ്ങാതിരുന്നു. ഈ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടിയൊരു സംഭവത്തിൽ വലിയൊരു ബാക്ക്ലാഷ് ഉണ്ടായി. സമൂഹത്തിൽ തന്നെ അവർക്കെതിരെ അത് തിരിഞ്ഞുകൊത്തി. മുസ്ലിം സമുദായം തന്നെ അതിൽ നിന്ന് അവർക്കെതിരെ തിരിഞ്ഞിരുന്നു. പക്ഷേ ഇത് വീണ്ടും ഉണർന്നെഴുന്നേക്കുകയാണോ, മാർക്സിസ്റ്റ് പാർട്ടിയിലേക്കൊക്കെ അത് നുഴഞ്ഞു കയറുന്നുണ്ടോ, എന്താണ് അഹമ്മദിന് തോന്നുന്നത്? ഞാനും വിചാരിച്ചിരുന്നത് സാറേ, ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെടുന്നു, അതിനെ തുടർന്ന് കുറേ പേരെങ്കിലും ലീഡർഷിപ്പിൽ പലരും ജയിലിലാണ്. അപ്പോൾ അവരൊന്ന് ഒതുങ്ങി. മാത്രമല്ല, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ജോസഫ് സാറിൻ്റെ കൈവെട്ട് അവർക്കുണ്ടാക്കിയ സമൂഹ മധ്യത്തിലുണ്ടാക്കിയ വലിയൊരു സെറ്റ് ബാക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഒന്ന് അവരൊന്ന് തളർന്നു പോയി എന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച കാസർഗോഡ് നിന്ന് അവർ ജാഥ തുടങ്ങി, SDPIയുടെ സംസ്ഥാന ജാഥ. മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയാണ്. ഈ മൂവാറ്റുപുഴ എന്നുള്ള പേര് പോലും അത് അപ്പോൾ പ്രസിഡൻറ്റിൻ്റെ നാട് എന്ന് മാത്രമല്ല, മൂവാറ്റുപുഴ തൊടുപുഴ ജോസഫ് സാറിൻ്റെ കൈവെട്ട് കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ന്യൂമാൻ കോളേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധമുള്ളതാണ്. അപ്പോൾ ഈ മൂവാറ്റുപുഴ അഷ്റഫ് മൗലവി നയിക്കുന്ന ജാഥ മലബാർ പിന്നിടുമ്പോൾ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ്. ഒന്ന്, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള എരമ്പിക്കയറുന്ന ആൾക്കൂട്ടം അതിനകത്തുണ്ട്. സാറ് പറഞ്ഞ പോലെ ഞാനും വിചാരിച്ചത് ഇതിനകത്ത് നിന്ന് കുറേ പേര് വളരെ സമർത്ഥമായി ഇടതുപക്ഷ സംഘടനകളിലേക്ക്, പ്രത്യേകിച്ച് ചെയ്തതുപോലെ അവരെ മുഖം പൂഴ്ത്തി ഇടതുപക്ഷത്തെ സംഘടനകളിൽ CPMൽ എവിടെയെങ്കിലുമൊക്കെ ഒളിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇനി അങ്ങനെ ആയിരുന്നെങ്കിൽ തന്നെ അതൊരു ഇടവേളയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. SDPIയുടെ ജാഥ വലിയ തോതിൽ, മാത്രമല്ല അത്യന്തം വർഗീയമായ, വളരെ ഒരു പ്രത്യക്ഷത്തിൽ പിടികൊടുക്കാതിരിക്കാൻ നേരത്തെ ഈ മലരും എന്താണ് എന്ന് പറഞ്ഞ പോലെ ആലപ്പുഴയിൽ വിളിച്ചതുപോലുള്ള മുദ്രാവാക്യങ്ങളൊന്നും ഞാൻ പ്രത്യക്ഷത്തിൽ കേട്ടില്ല. എങ്കിൽ പോലും ആ മുദ്രാവാക്യങ്ങളിലൊക്കെ അതുണ്ട്. ഈ പ്രഭാഷണങ്ങളിലും അതുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടക്കാലത്ത് ഇവർക്ക് കിട്ടിയ ഒരു സൗകര്യം എനിക്ക് തോന്നുന്നത്, ഇന്ത്യയിൽ വർഗീയത എന്ന് പറഞ്ഞാൽ വർഗീയത സമം RSS, അല്ലെങ്കിൽ ഹിന്ദു വർഗീയത മാത്രമാണ് വർഗീയത എന്ന മട്ടിൽ നമ്മുടെ ലെഫ്റ്റും നമ്മുടെ മീഡിയയും, പ്രത്യേകിച്ച് മലയാളത്തിലെ മീഡിയ, ഇൻ്റലിജൻഷ്യ, ഇവരെല്ലാവരും കൂടി ചേർന്ന് ഭൂമിയിലെ വർഗീയതയെക്കുറിച്ചുള്ള കാഴ്ചകളൊക്കെ കൊണ്ടുപോയിട്ട് ഹിന്ദു വർഗീയതയിൽ ഫോക്കസ് ചെയ്തു. വർഗീയമല്ലാത്തതിനെയും വർഗീയമാക്കി, രാഷ്ട്രീയമായതിനെ വർഗീയമാക്കി. അത്തരത്തിൽ ഇപ്പോൾ BJP സമം ഹിന്ദു ആക്കി, ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞാൽ RSS ആക്കി. ഇങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായി വന്ന ഒരു വല്ലാത്ത അപകടം പിടിച്ച സമൂഹത്തിൽ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ വായിക്കുമ്പോൾ എനിക്കും തോന്നുന്നത് ഈ മുസ്ലിം പ്രീണനമാണ് മതേതരത്വം എന്ന മട്ടിലേക്കാണ് ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ നീങ്ങുന്നതെന്നും തോന്നും. കാരണം പല കാര്യങ്ങളും അവരെ പ്രസിദ്ധീകരിക്കുന്നില്ല. അതായത് മുസ്ലിങ്ങൾ ഉൾപ്പെട്ട അക്രമങ്ങളോ, ഇപ്പോൾ ഉദാഹരണത്തിന് സന്ദേശ് ഖാലി, എന്താണ് അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ കുഴപ്പം? മുഖ്യധാരാ മാധ്യമങ്ങൾ മറച്ചു വെക്കുന്നു. അങ്ങനെ SDPI പോലുള്ള ഭീകര സംഘടനകൾക്ക് പോലും മാധ്യമ സംരക്ഷണം കിട്ടുന്ന ഒരു കാലാവസ്ഥ വളരെ കറക്റ്റാണ്. ഇപ്പോൾ സിദ്ദീഖ് കാപ്പന് വേണ്ടി നടന്ന വലിയ സമരങ്ങൾ, മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഓർമ്മയില്ലേ സാർ? ബേസിക്കായിട്ട് അദ്ദേഹം ചെയ്തിരുന്ന പണി എന്താണെന്നില്ല, അത് എല്ലാവർക്കും അറിയാം. കേരളത്തിൽ തന്നെ ഇപ്പോൾ മീഡിയയുടെ കാര്യം നമ്മൾ വേറെ ഡിസ്കസ് ചെയ്യേണ്ടത്. സിദ്ദീഖ് കാപ്പന് സ്വീകരണം, വലിയ തോതിലുള്ള സ്വീകരണം ഒരു ഭാഗത്ത്. പിന്നെ ഞാൻ തന്നെ ഒരിക്കലും എഴുതിയിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ തിരുവനന്തപുരത്തൊരു കാർ ആക്സിഡൻറ്റിൽ ഒരു പത്രപ്രവർത്തകൻ മരിച്ചുപോയി. സിറാജിൻ്റെ ലേഖകനായിരുന്നു ആയിരുന്നു. അദ്ദേഹം മരിച്ചു പോയപ്പോൾ ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു പത്രപ്രവർത്തകൻ മരിച്ചു പോയിട്ട് കിട്ടാത്ത ആനുകൂല്യങ്ങളാണ്. ഭാര്യയ്ക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലി കൊടുത്തു, വലിയ ആനുകൂല്യങ്ങളും എല്ലാം കിട്ടി. എന്തായിരുന്നു കാരണം? ഒന്ന്, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പത്രം, കാന്തപുരം ഗ്രൂപ്പിൻ്റെ പത്രം, അതിൻ്റെ ലേഖകൻ, അതിൻ്റെ ഒരു വോട്ട് ബാങ്ക് താല്പര്യം ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ആ IAS ഉദ്യോഗസ്ഥനെ ഒതുക്കാനുള്ള ഒരു ഭരണകൂട താല്പര്യവും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജേർണലിസ്റ്റുകളുടെ ഒരു പിന്തുണ, സാർ അത് നമ്മൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം അതാണ്, ഇവർക്ക് വളരെ പ്രത്യക്ഷമായി തന്നെ ഒരു പിന്തുണ.
സാറിന് ഓർമ്മയുണ്ടോ മലയാളത്തിലെ ഞങ്ങളൊക്കെ വലിയ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചു വന്നൊരു ജേർണലിസ്റ്റാണ് കെ ഷാഹിന, ഓർമ്മയുണ്ടോ? എനിക്കറിയാവുന്ന അറിയാം, നേരിട്ട് അറിയാവുന്ന അറിയാം. ഷാഹിനക്ക് വലിയ പേരുണ്ടായ, അല്ലെങ്കിൽ ഷാഹിന ടാർഗറ്റ് ചെയ്യപ്പെട്ടു, ഷാഹിന കേസിൽപ്പെട്ടു. ഏതാ കേസ്? അബ്ദുൽ നാസർ മഅദനിക്ക് വേണ്ടി വക്കാലത്ത് എഴുതാൻ പോയതാണ്. അതാണ് പ്രധാനപ്പെട്ട ഒരു കേസ്. വക്കാലത്ത് പിടിക്കാൻ പോയി ആ കേസിന്റെ യഥാർത്ഥ മെറിറ്റ് സാറ് നോക്കിയതല്ലേ. ആ കേസിൽ കർണാടക ഗവൺമെന്റിന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യേണ്ട പണി കൃത്യമായിട്ട് ചെയ്യാത്തത് കൊണ്ട്, കേസ് നന്നായി ഫ്രെയിം ചെയ്യാത്തത് കൊണ്ട്, സാക്ഷികളെ കൈ കിട്ടിയവനെയൊക്കെ സാക്ഷിപ്പട്ടികയിൽ ചേർത്തിട്ട് കേസ് ക്ലോസ് ചെയ്യാൻ നോക്കിയതാണല്ലോ കേസ്. അതാണ് ഇവള് പോയി കണ്ടെത്തിയതിൻ്റെ കൺക്ലൂഷൻ എന്താ? അബ്ദുൽ നാസർ മഅദനി എന്ന വിശുദ്ധനായ മാലാഖയ്ക്കെതിരായി കൃത്രിമമായ കേസ് എഴുതിയുണ്ടാക്കിയെന്ന. ഇങ്ങനെ ഇവർ അറിഞ്ഞോ അറിയാതെയും ഇസ്ലാമിക തീവ്രവാദത്തിന് ഒരു 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 കവചം തീർത്തു കൊടുക്കുക. സെബാസ്റ്റ്യൻ പോളും അതിലുണ്ടായിരുന്നു. സെബാസ്റ്റ്യൻ പോൾ ഇവരുടെ വക്കീലായിരുന്നു തോന്നുന്നു ഒരു ഘട്ടത്തിൽ. അതുപോലെ അതെ, മദനിക്ക് വേണ്ടിയും ബാധിക്കാനായിട്ട് ഇറങ്ങിയ ഒരാളല്ലേ. അദ്ദേഹത്തിനും പത്രപ്രവർത്തന പശ്ചാത്തലം ഉണ്ടല്ലോ. അതെ. ചുരുക്കത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ മീഡിയയുടെ ഈ വലിയ കവറേജ്, മീഡിയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതൊന്ന്, മനുഷ്യാവകാശ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള എല്ലാ ന്യൂനപക്ഷ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനത്തിനും, ഈവൻ നക്സലൈറ്റ് പ്രവർത്തനത്തിന് ഉൾപ്പെടെ കൊടുക്കുന്ന പിന്തുണ ആയി തീർന്നു. വേറൊന്ന്, സംഘപരിവാർ അധികാരത്തിൽ വന്നു. സംഘപരിവാർ അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പാണ്. എനിക്കിഷ്ടപ്പെടാത്തവർക്ക് കൂടി നാട് ഭരിക്കാനുള്ള അവകാശത്തിനാണ് ജനാധിപത്യം. അതുണ്ടല്ലോ. മാത്രമല്ല ജനങ്ങളാണല്ലോ മോദി അധികാരത്തിലെത്തിയാലും തെരഞ്ഞെടുക്കപ്പെട്ടാൽ എൻ്റെ കൂടി പ്രധാനമന്ത്രിയാണെന്ന് അംഗീകരിക്കുക. ആ പ്രധാനമന്ത്രി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ മെറിറ്റിനെ ഞാൻ അംഗീകരിക്കുക. എന്നിട്ട് അദ്ദേഹം ജനവിരുദ്ധമായി ചെയ്യുന്ന കാര്യങ്ങളെ വിമർശിക്കാനുള്ള എൻ്റെ ധാർമ്മികമായ അവകാശം ഞാൻ വിനിയോഗിക്കുക. പണ്ട് ഞാൻ ബെർട്ടോൾ ബ്രൂത്തിന്റെ ജീവിതകഥയിൽ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം അവിടെ പാർട്ടി ആയിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്ന കാലത്ത് പാർട്ടി തോറ്റുപോയി, പാർട്ടിക്ക് വോട്ടൊന്നും കിട്ടുന്നില്ല. ആ സമയത്ത് പാർട്ടി ഒരു പ്രമേയം പാസ്സാക്കി, ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി പ്രമേയം പാസ്സാക്കി, ജനങ്ങൾക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ തോറ്റുപോയത് എന്ന്. അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്ന ബ്രഹ്ത്ത് പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ജനങ്ങളെ പിരിച്ചുവിടൂ. നല്ല കറക്റ്റാണ് ആ സ്റ്റേറ്റ്മെന്റ്. ജനാധിപത്യത്തിൽ ഏറ്റവും അന്തിമമായ വാക്യം അത് തന്നെ. ജനങ്ങൾ തെറ്റ് ചെയ്താൽ ജനങ്ങളെ പിരിച്ചുവിടുക, അതാണല്ലോ ചെയ്യേണ്ടത്. ആ ഒരു നിലപാട് ഒരു പക്ഷേ ഇപ്പോൾ മോദി വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അപ്പോൾ മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ ഇഷ്ടമില്ലാത്തവൻ അധികാരത്തിൽ വന്നതിൻ്റെ മുഴുവൻ ആനുകൂല്യവും കിട്ടുന്നത് ഈ ന്യൂനപക്ഷ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കുമാണ്. അവർ ചെയ്യുന്നതിന് മുഴുവനും ബൗദ്ധികമായ പിന്തുണ കൊടുക്കുക. ആ കർഷക സമരം എല്ലാം അത് ഖാലിസ്ഥാൻ വാദികളുടെ പിന്തുണയുള്ളതാണ്. ഉണ്ടായിരുന്നു എന്ന് പിന്നീട് വലിയ തോതിൽ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും സാർ പറഞ്ഞു വന്നപ്പോൾ ഈ ഒരു അവസ്ഥയിൽ വളരെ സമർത്ഥമായിട്ട് എനിക്ക് തോന്നുന്നു മോദി അധികാരത്തിൽ കഴിഞ്ഞ 10 കൊല്ലം ഇവർ നേടിയ വളർച്ച നമ്മളെ ഞെട്ടിക്കുന്നതാണെന്നാണ് STPIയുടെ പുതിയ ജാഥ തെളിയിക്കുന്നത്. ഇത്രയും കാലം ഒരു വളരെ സമർത്ഥമായിട്ടാണ് അവർ നീങ്ങിയത്. കുറച്ചു പേര് ജയിലിലായത്, അവരെ പോലും പോറ്റാനുള്ള വലിയ ഫണ്ടിങ് നടക്കുന്നുണ്ട്. ഇവർക്ക് വലിയ തോതിലുള്ള വിദേശ പണം വരുന്നുണ്ട്. സാറിന് ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പിറവി, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സാറിന് ജേർണലിസ്റ്റായിരുന്ന കാലത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 93 ഇവരുടെ ആദ്യത്തെ സംഘടന ഉണ്ടായത്. അത് ശരിയാണ്. ബാബരി മസ്ജിദിന്റെ തകർച്ചതിന്റെ അന്നെന്തോ സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സോളിഡാരിറ്റിയും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ചിലതൊക്കെ വരുന്നുണ്ടായിരുന്നു. അല്ല, ആദ്യം ഉണ്ടാകുന്നത് ഇവര് പഴയ സിമിയാണ്, ബേസിക് അതിന്റെ ബീജം അതാണ്. സിമിയിലൊരു പിളർപ്പുണ്ടായി, ആശയപരമായ പിളർപ്പാണ്. എന്താ പിളർപ്പ് എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, ദാറ്റ് മീൻസ് അവരുടെ സംഘടനാ പ്രവർത്തനത്തിന്, ഇസ്ലാമിക് ഫണ്ടമെൻ്റൽസിൻ്റെ സംഘടനാ പ്രവർത്തനത്തിന് ഏത് വിദേശ രാജ്യത്തിൻ്റെ പണമാണ് സ്വീകരിക്കേണ്ടത്? അന്ന് 2 ഓപ്ഷനേ ഇവർക്കുള്ളൂ. ഒന്ന് സൗദി അറേബ്യയുടെ എണ്ണപ്പണം, അത് രാജഭരണമാണ്, മാത്രമല്ല ഇവരുടെ കണക്കിൽ സുന്നി രാജ്യവുമാണ്. അപ്പോൾ ആ പണം ഉദാരമായിട്ട് കിട്ടാനുള്ള സംവിധാനമുണ്ട്, ലീഗലായിട്ട് തന്നെ ഇവർക്ക് സ്വീകരിക്കുകയും ചെയ്യാം. അത് സ്വീകരിക്കണമോ എന്നാണ് ഒരു ഓപ്ഷൻ. വേറൊരു കൂട്ടർ പറഞ്ഞു സൗദി അറേബ്യ രാജഭരണമാണ്, അത് ഇസ്ലാമിക രാഷ്ട്രമാണെന്ന് പറഞ്ഞുകൂടാ, പണം കിട്ടും പക്ഷേ അത് സ്വീകരിക്കാൻ പാടില്ല, നമ്മൾ കുറേ കൂടി പ്യൂരിറ്റാനിയൻ ഇസ്ലാം, സംശുദ്ധമായ ഇസ്ലാം വേണം. അപ്പോൾ അന്നൊരു സൗകര്യം ഉണ്ടായത് ഈ 978 ഇറാൻ റവല്യൂഷൻ നടന്നു. അപ്പോൾ ഇറാൻ്റെ പണം നമുക്ക് ലഭ്യമാണിപ്പോൾ, അതുകൊണ്ട് അത് സ്വീകരിച്ച് നമുക്ക് ഇവിടുത്തെ വിപ്ലവ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അതാണ് ഒരു ഗ്രൂപ്പ് വാദിച്ചത്. അപ്പോൾ ഷിയയല്ലേ, അതാണ് പ്രശ്നം. അപ്പോൾ മറുപക്ഷം പറഞ്ഞു, പണം തന്നാലും ഇസ്ലാമിക വിപ്ലവം നടന്നാലും അവിടെ ഇസ്ലാമിക ഭരണമാണെന്ന് നമ്മൾ അംഗീകരിച്ചാലും അത് ഷിയാക്കൾ നടത്തിയ വിപ്ലവമാണ്, ഷിയാക്കളുടെ രാജ്യമാണ്, ആ പണം സ്വീകരിക്കാൻ പാടില്ല. ഫലത്തിൽ ആ ചർച്ച തീരുന്നത് ഇങ്ങനെയാണ്:
സിമി എന്ന് പറയുന്ന സംഘടന രണ്ട് സംഘടനകളായി സിമി എന്ന് പറയുന്ന ഒരു സ്കെൽറ്റൻ അവിടെ നിലനിൽക്കുകയും അതിനകത്തുണ്ടായിരുന്ന ആൾപ്പാർപ്പൊക്കെ ഇറങ്ങിപ്പോയിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് മാറുകയും ചെയ്തു. ഒന്ന് കോഴിക്കോട് മാവൂർ റോഡ് കേന്ദ്രമാക്കിയിട്ട് ഇസ്ലാമിക് യൂത്ത് സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടാക്കി, IYC ഇസ്ലാമിക് യൂത്ത് സെൻറ്റർ. അവർ സൗദിയുടെ പണം സ്വീകരിക്കാൻ തീരുമാനിച്ചു. വേറൊരു ഗ്രൂപ്പ് ന്യൂനപക്ഷമാണ്, അവരിറങ്ങിപ്പോയിട്ട് അരീക്കോട് കേന്ദ്രമാക്കി ഇസ്ലാമിക് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. NVM ഫദലുള്ള ടീം, ഇപ്പുറത്ത് PQIN ടീം. ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ അരീക്കോട്ടെ ഇസ്ലാമിക് ഫൗണ്ടേഷൻ വാടക കെട്ടിടത്തിലാണ് തുടങ്ങിയത്. ആദ്യത്തെ കുറച്ച് കാലത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു, വലിയ ലൈബ്രറിയൊക്കെ ഉണ്ടാക്കി, വലിയ തോതിൽ മുന്നോട്ട് പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ താനേ നിന്നുപോയി. ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇറാൻ തീരുമാനിച്ചു ലോകത്തിലെ ഇസ്ലാമിനെ സഹായിക്കേണ്ടതില്ല, ഞങ്ങളുടെ കാര്യം തന്നെ കഷ്ടിയാണെന്ന് തീരുമാനിച്ചു. അത് പൂട്ടിപ്പോയി. അതേ സമയത്ത് തന്നെ നോക്കി നിൽക്കെ കോഴിക്കോട്ടെ ഇസ്ലാമിക് യൂത്ത് സെൻറ്റർ വളരുകയും അവർക്ക് ആസ്തിയുണ്ട്. ആസ്തി വളരുമ്പോൾ സാറേ അത് സംരക്ഷിക്കാൻ തീർച്ചയായിട്ടും ഒരു ഭീകര പ്രസ്ഥാനം വേണ്ടി വരും. അതുകൊണ്ടാണ് ടൈഗർ സുന്നി ഉണ്ടാവേണ്ടി വന്നത്. ഒരു ആത്മീയ നേതാവിൻ്റെ ആസ്തി വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന കൂടപ്പിറപ്പായിട്ട് ഉണ്ടാകുന്നൊരു സാധനമാണ് സംരക്ഷിക്കാൻ ഒരു ഭീകര പ്രസ്ഥാനം. സുന്നി ടൈഗർ ഫോഴ്സ് ഉണ്ടായതിൻ്റെ ഫലമാണ് ചേകനൂർ മൗലവി പിന്നീട് അനുഭവിച്ചത്. അതുവരെയുള്ള അതിൻ്റെ തുടർച്ചയാണ്. ഇത് തന്നെയാണ് സംഭവിച്ചത്. ഈ ഇസ്ലാമിക് യൂത്ത് സെൻറ്ററിൽ നിന്ന് വളർന്നു വന്നതാണ്. സൗദിയുടെ പണം വ്യാപകമായിട്ട് കിട്ടാൻ തുടങ്ങിയത് അവർ മാത്രമല്ല, വെറും കൈയോടെ ഈ ഇസ്ലാമിക പ്രബോധനത്തിന് ഇറങ്ങിയവരാണ് ഇവരുടെയൊക്കെ സുപ്രീം കൗൺസിൽ എന്ന് പറയും. അതിലെ അംഗങ്ങൾ മുഴുവനും കോടീശ്വരന്മാരായി, നോക്കി നിൽക്കിയ കോടീശ്വരന്മാരായിട്ട് മാറി. അവർക്ക് വലിയ ബിസിനസ്സുകൾ ഒക്കെ ആയിട്ട് വളർന്നു. അതാണ് പിന്നീട് വലിയ സ്ഥാപനമായത്. ഈ ഇസ്ലാമിക് യൂത്ത് സെൻറ്ററിൽ നിന്നാണ് ആദ്യകാലത്ത് അതിന് പേരിട്ടത് അവർ NDF എന്നാണ്, നാഷണൽ ഡെവലപ്മെൻറ്റ് ഫ്രണ്ട്. അതിനവർ പറഞ്ഞ ന്യായം ഇതാണ്, ഇതിന് ന്യായം RSSന് ബദലായി ഞങ്ങൾ മറ്റൊരു RSS എന്ന രീതിയിൽ തന്നെ വന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഒരുപാട് ഈ അധോലോക പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഒരുപാട് ഓർമ്മയുണ്ടാവും, അന്ന് തിയേറ്ററുകൾ കത്തുമായിരുന്നു, പട്ടാപ്പകൽ, ഓർമ്മയില്ലേ? ഒരുപാട് അത്തരം പ്രവർത്തനങ്ങൾ, അട്ടിമറി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് ആളുകളെ വർഗീയവൽക്കരിച്ചിട്ടുണ്ട്. യുക്തിവാദികളായ ആളുകൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പ്രണയത്തിലായ കുട്ടികളെ അവർ ഇടപെട്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒടുവിൽ അങ്ങനെയാണ് ഈ NDF പിന്നീട് സമാനമായി ചിന്തിക്കുന്ന ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലുള്ള ഭീകര വർഗീയ പ്രസ്ഥാനങ്ങളുമായിട്ട് കൂട്ടുചേർന്നിട്ടാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ അംഗീകാരം കിട്ടാൻ SDPI ആയി മാറുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അംഗീകാരം കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പോഴും അവരെ നിരോധിക്കാൻ പറ്റാത്തത്. ചെയ്യുന്ന ഒരു കുറ്റമാണ്. പോപ്പുലർ ഫ്രണ്ട് ചെയ്ത എല്ലാ കുറ്റകൃത്യങ്ങളും SDPIയുടേതാണ്, SDPI ചെയ്യുന്നതെല്ലാം അവരുടേതുമാണ്. അതുകൊണ്ട് SDPIക്ക് അംഗീകാരം കിട്ടി. ഈ കേരളത്തിൽ ഈ CPM ഭരിക്കുന്ന CPMൻ്റെ എന്തെങ്കിലും ഒരു സംരക്ഷണം ഇപ്പോൾ വീണ്ടും ഉണർന്നെഴുന്നേക്കുന്ന SDPIക്ക് ഇപ്പോഴും അല്ലെങ്കിൽ മുമ്പും ഉണ്ടായിരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്? ഉണ്ട്. വളരെ വലിയ തോതിലുണ്ടായിരുന്നു. കാരണം രണ്ട് തരത്തിലുള്ള, ഒന്ന് ആദ്യഘട്ടത്തിൽ SDPI പോലുള്ളൊരു പ്രസ്ഥാനം മുസ്ലിം ലീഗിനെതിരായിരുന്നു. അതെ, പ്രത്യക്ഷത്തിൽ മുസ്ലിം ലീഗിനെതിരായിരുന്നു. പിന്നീട് രണ്ട് കാര്യം, മുസ്ലിം ലീഗിനെതിരായപ്പോൾ തീർച്ചയായിട്ടും ഈ കാന്തപുരം ലീഗിനെതിരായിരുന്നല്ലോ. ആയിരുന്നു. മാത്രമല്ല കാന്തപുരത്തെ ഉള്ളിൻ്റെ ഉള്ളിൽ സഹായിച്ചിരുന്നത് കരുണാകരനും കോൺഗ്രസും ആയിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ ലീഗിനെതിരായതുകൊണ്ട് കാന്തപുരത്തെ അരിവാൾ സുന്നി എന്നല്ല ഒരു പേര് വന്നത്. കാരണം കാന്തപുരത്തിനെ ഇടതുപക്ഷം സഹായിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ലീഗ് വിരോധികളാണല്ലോ എന്ന കണക്കിലാണ്. അത് പലയിടത്തും വോട്ട് ബാങ്കാക്കി മാറ്റിയിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്, വലിയ ഗുണം ചെയ്തിട്ടുണ്ട് പല തെരഞ്ഞെടുപ്പിലും. മലപ്പുറത്ത് ഒരിക്കൽ മാത്രം ഇടതുപക്ഷം ജയിച്ചത് TK ഹംസ മത്സരിക്കുമ്പോൾ എൻ്റെ ആത്മീയ നേതാവ് കാന്തപുരം ഉസ്താദാണെന്ന് പരസ്യമായി പറഞ്ഞ് പ്രസംഗിച്ച് വോട്ട് നേടി ജയിച്ചതാണ്. അതിനുശേഷം അതിന് മുമ്പ് അതുണ്ടായിട്ടില്ല. അപ്പോൾ ആ ഗുണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കാലത്ത് ഈ പറഞ്ഞ NDFൻ്റെ പിന്തുണയും മുസ്ലിം ലീഗിനെതിരായി ഉപയോഗിക്കുക വഴി ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട്. വേറൊരു തരത്തിൽ കൂടി ഇവർ നടത്തുന്ന പ്രചാരണങ്ങൾ, ക്യാമ്പയിൻ, പ്രത്യേകിച്ച് അവരുടെ മീഡിയ പ്രവർത്തനം, അവരുടെ ബുദ്ധിജീവികളുടെ ഇടപെടൽ, ഇതൊക്കെ പതുക്കെ CPMൻ്റെ ആശയമണ്ഡലത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, പല ഇടതുപക്ഷ വീടുകളിലും ദേശാഭിമാനി നിർബന്ധിച്ച് അടിച്ചേൽപ്പിച്ചാൽ മാത്രമേ എടുക്കുമായിരുന്നുള്ളൂ. മാധ്യമം പത്രം അവർ നിർബന്ധമായിട്ട് ഇടുമായിരുന്നു. പാർട്ടി കമ്മിറ്റിയിൽ പോയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ നയവും നിലപാടും തീരുമാനിക്കുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായിരുന്നു. ഇപ്പോൾ ആരാണ്? മീഡിയ വണ്ണാണ്. അതെ, ഇവരൊക്കെ ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ ഇടതുപക്ഷത്തെ ആയാലും ഇസ്ലാമിക് ഗ്രൂപ്പുകളെ ആയാലും ആശയരൂപീകരണത്തിൻ്റെ ഒരു തലം ഒന്നായി തീരുന്നുണ്ട്.
ഇപ്പോൾ വന്ന് ചേർന്ന ഒരു കാര്യം ഇതാണ്. നരേന്ദ്രമോദി വന്നപ്പോൾ പിന്നെ അതിന് യാതൊരു മറയും ഇല്ലാതായി. ഇതിന് നേരത്തെ ആശയമണ്ഡലം ഒരുക്കിയവരുണ്ട്. ഇപ്പോൾ പുകാസയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കെ എൻ കുഞ്ഞാമ്മന്റെ നിലപാട് ആ കാലത്ത് സ്വത്വവാദം ഉയർത്തി, വളരെ സ്വത്വ രാഷ്ട്രീയം ഉയർത്തി, പാർട്ടിയിലൊക്കെ ഒറ്റപ്പെട്ടു പോയെങ്കിലും അന്ന് ഒറ്റപ്പെടുത്താനെങ്കിലും ആളുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് തിരിച്ചറിയാത്ത വിധം ഒന്നായി. കെയ്യനും ഒരു പരിധിവരെ PK പോക്കറും അത് അവരായിരുന്നു, ഒരു സ്കൂള് ഒരുമിച്ചായിരുന്നു. കുറേ പേര് ആ കൂട്ടത്തിലുണ്ടായി. ഇപ്പൊ പിന്നെ അത്ര പരസ്യമായിട്ട് പറയാത്ത പലരും ഉണ്ടാകും. അദ്ദേഹം വളരെ കൃത്യമായിട്ട് നിലപാടെടുത്തതാണ്. ഇപ്പോൾ ഒസാമ ബിൻ ലാദനെ സാമ്രാജ്യത്വ വിരുദ്ധവാദികൾക്ക് പിന്തുണച്ചേ പറ്റൂ. അതാണ് സാമ്രാജ്യത്വ വിരുദ്ധമായ നിലപാട്. ഇസ്ലാമിക തീവ്രവാദികളോട് ഐക്യപ്പെട്ടുകൊണ്ടല്ല. ഇവിടെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഞാൻ ഈ റെഡ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഈ ഇസ്ലാമും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ അതിൻ്റെ പിറവി മുതലുള്ള കൊടുക്കൽ വാങ്ങലുകളെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്ലാം നമ്മൾ ബേസിക്കലി തന്നെ ഈ അന്നത്തെ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പറഞ്ഞിരുന്നതാണത്. ബേസിക്കലി തന്നെ അത് പ്രോലിറ്റേറിയറ്റ് ആണ്. അടിസ്ഥാനപരമായി അടിസ്ഥാന വർഗമാണ് മുസ്ലിങ്ങൾ. ദാരിദ്ര്യം വളരെയുള്ള ഒരു സമൂഹമാണ്. അങ്ങനെ അവർ ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിട്ട് ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ ഒക്കെ വാരിപ്പുണരാൻ ശരിയാണോ ഇടതുപക്ഷം? അല്ല സാർ, അതിൻ്റെ ബേസ് എനിക്ക് തോന്നുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ പലപ്പോഴും അത് കാണാറില്ല. ഈ പ്രോലിറ്റേറിയൻസ് ആയതുകൊണ്ട് മാത്രമല്ല, അന്ന് ആഗോളതലത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ വേണ്ടി താഷ്കൻഡിലേക്ക് ഇവിടുന്ന് ഒരു മുസ്ലിം ഗ്രൂപ്പ് ജിഹാദ് പോയി ഹിജറ പോയി, തുർക്കിയിലേക്ക് പോയി. അപ്പോൾ ആദ്യം ചെന്ന് അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഇനി ഒന്നും സഹായിക്കാനില്ല, ഞങ്ങൾക്ക് വയ്യ. അപ്പുറത്തൊരാൾ വന്നിട്ടുണ്ട്, ലെനിൻ, ഈ മലയാണ് കയറിയാൽ അവിടെ എത്തി, നിങ്ങൾക്ക് എല്ലാ സഹായം. അവിടെ ചെന്നപ്പോഴാണ് അവിടുന്ന് റോയിയെ കണ്ടതും, ഇബിലിനെയും റോയും വന്നിട്ടുണ്ട്. അവർ മെക്സിക്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിയായിട്ടാണ് വരുന്നത്. പക്ഷെ അതിന് മുമ്പ് MPT ആചാര്യം പോയിട്ടുണ്ടായിരുന്നു. PT ആചാര്യ അതിന് മുമ്പ് പോയിട്ടുണ്ട്, അവിടെ ഉണ്ടായിരുന്നു. നേരത്തെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ റോയി രൂപവൽക്കരിച്ച കമ്മിറ്റിയിൽ ആചാര്യ എടുക്കുന്നത്. ആ കമ്മിറ്റിയിൽ. പിന്നെ മാത്രമല്ല, അതിൽ ബാക്കി കുറെ പേര് ഈ ഹിജറ പോയ മുസ്ലിങ്ങളാണ്. അറിയാലോ സാറിന്, അറിയാം. സാർ പറഞ്ഞ് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞത്, ആ പോക്കിൽ പക്ഷേ ഒരു പൊളിറ്റിക്സ്, ഇന്റർനാഷണൽ പൊളിറ്റിക്സ് നമ്മൾ കാണാറില്ല. അതിനകത്ത് ഈ പറഞ്ഞ പ്രോലിറ്റേറിയൻ സാധനമില്ല, ക്ലാസ് വാറും ഇല്ല, റിലീജിയൻ പോലും അല്ല അതിനകത്ത് ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു നിരീക്ഷണം, അത് തീർച്ചയായിട്ടും സാറിനോട് പങ്കുവെക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നു അന്ന് ലോകത്ത് രണ്ട് എംപയറുകൾ തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഒന്ന് തുർക്കി സുൽത്താൻ്റെ ഒസ്മാനിയ ഒട്ടോമൻ ഖിലാഫത്ത്. അത് പ്രത്യക്ഷത്തിൽ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ഒരു മുസ്ലിം എംപയറാണ്. ഇപ്പുറത്ത് ഒരു ക്രിസ്ത്യൻ എംപയറും. അതെ. അപ്പോൾ ഈ കുരിശ് യുദ്ധത്തിന് ശേഷമുള്ള ഒരു എംപിരിക്കൽ വാറാണ് ഈ രണ്ട് സാമ്രാജ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങളും മനസ്സുകൊണ്ട് തുർക്കി സുൽത്താൻ്റെ ഇസ്ലാമിക് എംപയറിനെ വലിയ തോതിൽ പിന്തുണച്ചിട്ടുണ്ട്. അതിനോട് ഐക്യപ്പെടാൻ എന്താണ് വഴി? ഒരേ സമയം ബ്രിട്ടീഷുകാരെ എതിർക്കുമ്പോൾ അത് സാമ്രാജ്യത്വ വിരുദ്ധമായ പോരാട്ടം ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയാണ് നാഷണൽ മൂവ്മെൻ്റ് ഒക്കെ അതിനോട് ഏതാണ്ട് മൗനം കൊണ്ടെങ്കിൽ പിന്തുണച്ചത്. മഹാത്മാഗാന്ധി പരസ്യമായി പിന്തുണച്ചത് വലിയ അബദ്ധമായി എന്ന് പിന്നീട് അവർ കാണുകയും ചെയ്തു. അപ്പോൾ രണ്ട് എംപയറുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇവിടെ എന്താ, നമ്മൾ സാറിൻ്റെ എൻ്റെ ഒരു ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ ഈ 21 മലബാർ കലാപം. അതും ഇതിൻ്റെ തുടർച്ചയാണ്. 21 ഇപ്പം 4 കൊല്ലം ഇദ്ദേഹം ഏതാണ്ട് 16 കൊല്ലം വടക്കേ ഇന്ത്യയിലും 4 കൊല്ലം അറേബ്യയിലും കച്ചവടം ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉസ്മാനിയ ഖിലാഫത്തിൻ്റെ, ഒട്ടോമൻ ഖിലാഫത്തിൻ്റെ ആശയമായിട്ട് ഇദ്ദേഹത്തിന് എന്ത് നാഷണൽ മൂവ്മെൻറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കയ്യിലെ ഖിലാഫത്ത് എന്ന് പറയുന്നത് തുർക്കിയിലെ ഖലീഫയുടെ മാതൃകയിൽ മലബാറിൽ ഒരു ഖലീഫയുടെ ഭരണം സ്ഥാപിക്കാനാണ് അദ്ദേഹം വന്നത്. അല്ലാതെ ഹിന്ദു സ്വരാജ് ഒന്നും അദ്ദേഹത്തിന്റെ അജണ്ടയിൽ ഉണ്ടായില്ല. അപ്പൊ ഇത് എനിക്ക് തോന്നുന്ന ഈ രണ്ട് സാധനം, ഇസ്ലാമിക് എംപയറിന്റെ പാദസേവകരായി ബ്രിട്ടീഷ് എംപയറിനകത്തുണ്ടായിരുന്ന ആളുകളെയാണ് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തിയത് MN റോയിയും കൂട്ടരും. അന്ന് ഹിജറ പോയത് തുർക്കി എംപയറിനെ സഹായിക്കാനും ബ്രിട്ടീഷ് എംപയറിനെ ദുർബലപ്പെടുത്താനുമാണ്. എൻ്റെ ഒരു നിരീക്ഷണമാണ്. ഞാൻ രാഷ്ട്രീയം വായിക്കുമ്പോൾ അങ്ങനെയാണ് വസ്തുത. ഇന്നിപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഇങ്ങേ തലക്കൽ വന്ന് യാതൊരു മറയുമില്ലാതെ ഇസ്ലാമിക ഭീകരപ്രവർത്തനത്തിനെ പിന്തുണക്കുന്നത് ഇടതുപക്ഷമാണ് എന്ന് ധരിക്കുക, ഇത് മതേതരത്വമാണെന്ന് ധരിക്കുക, ഈ ഹമാസിനെ പിന്തുണക്കുക. എനിക്ക് മനസ്സിലായി, ഇപ്പോൾ ഇസ്രായേൽ കാണിക്കുന്ന അതിക്രമങ്ങളെ, ആ രാജ്യത്ത് കാണിക്കുന്ന പൗരാവകാശ ദ്രോഹങ്ങളെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. തീർച്ചയായിട്ടും തുല്യതായി ഇപ്പോൾ ഏത് യുദ്ധത്തിനും അതിൻ്റെ കലാമിറ്റീസ് ഉണ്ടാവും. അപ്പോൾ അത് തെറ്റാണെന്ന് പറയാം. പക്ഷേ ഹമാസ് കാണിച്ചതോ,
അപ്പോൾ ഹമ്മാസിനെ ന്യായീകരിച്ചു, ഹമ്മാസിൻ്റെ നേതാവിനെ കൊണ്ടുവന്ന് ഓൺലൈനിൽ പ്രസംഗിപ്പിച്ചിട്ട് എന്ത് ഇസ്രായേൽ ഐക്യദാർഢ്യമാണ് ഇവിടെ നടത്താൻ പോകുന്നത്? ഇതിനെയൊക്കെ പിന്തുണക്കുക എന്നതായിരിക്കുന്നു നമ്മുടെ നയം. പക്ഷേ ചരിത്രപരമായിട്ട് ജൂതന്മാർ ഇവിടെ ധാരാളം നന്മയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും കേരളത്തിൽ നന്മ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒ വി വിജയനൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലോകത്ത് ഇത്രയേറെ ജനിച്ചു പോയതൊരു കുലത്തിലായി എന്നതിൻ്റെ പേരിൽ ഇത്രയേറെ വംശീയമായ ആക്രമണത്തിനിരയായ ഒരു ജനത വേറെ ഉണ്ടായിട്ടില്ല. വിജയന്റെ കുടുംബത്തിൽ നിന്ന് ജർമ്മനിയിലേക്ക് പോയ ഒരാൾ ഒരു ജൂത പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരുന്നു. ഒ വി വിജയനോട് പറഞ്ഞിട്ടുണ്ട്. ഇതെനിക്ക് ഓർമ്മ വന്നിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഉഷയോട് വിളിച്ച് ചോദിക്കുകയും ചെയ്തു, ശരിയാണ് എന്ന് പറഞ്ഞു. അതാ തലമുറകൾ എന്ന് പറഞ്ഞ നോവൽ എഴുതുന്നതിനൊക്കെ മുമ്പ് ആണ് എന്നോട് പറഞ്ഞത്. പിന്നെ അയാളെ തിരിച്ച് വരുമൊന്നും ചെയ്തില്ല കേട്ടോ. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അമ്മാവൻ്റെ മകനോ മറ്റോ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ SDPI ജാഥ, സാർ ഇത്തരം കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം നമുക്ക് തീർച്ചയായിട്ടും. അപ്പോൾ SDPI ജാഥ ഉണർത്തുന്ന ജാഗ്രത, നമ്മൾ ആവശ്യപ്പെടുന്ന ചോദ്യം വളരെ വലുതാണ്. ഒന്ന്, ഇസ്ലാമിക തീവ്രവാദം ശക്തിപ്പെട്ടു വരുന്നത് ഏത് കാലത്ത്? ചേകനൂർ മൗലവിയുടെ വധത്തിന് ശേഷം, ജോസഫ് മാസ്റ്റർ കൈവെട്ടിയതിന് ശേഷം, അഭിമന്യു അല്ലേ ആ കുട്ടിയുടെ പേര്, മഹാരാജാസിൽ കൊല്ലപ്പെട്ട ഇത്തരം എത്രയോ കുറ്റകൃത്യങ്ങൾ. എൻ്റെ ആത്മസുഹൃത്തായിരുന്നു മഞ്ചേരിയിൽ ഷംസുദ്ദീൻ പുന്നക്കൽ എന്ന് പറയുന്ന ഒരു തൊഴിലാളി നേതാവ് ഉണ്ടായിരുന്നു. CITUവിൻ്റെ വലിയ നേതാവായിരുന്നു. അവനെ മഞ്ചേരി അങ്ങാടിയിലെടുത്ത് തുണ്ടമാക്കി വെട്ടി നുറുക്കിയിട്ട് പാർട്ടി നേതാക്കന്മാരൊന്നും കാര്യമായി തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെയാണ് അവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയി. പിന്നെ ജീവച്ഛവം പോലെ കുറേ കാലം മരിച്ചുപോയി അടുത്ത കാലത്ത്. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ അലി സഹോദരന്മാരുടെ കൂടെ ചേർന്നിട്ട് ഗാന്ധി അന്ന് ആ ഖിലാഫത്തിനെയും കോൺഗ്രസിനെയും കൂട്ടിക്കെട്ടിയിട്ട് അതിൻ്റെ കൂടി ഉപോൽപ്പന്നമായിരുന്നു മാപ്പിള. ശരിക്കും ഗാന്ധിക്കും കൈ പൊള്ളി. ഈ ഇടതുപക്ഷം ഈ SDPI പോലുള്ള ആളുകളെ കൊണ്ടു നടക്കുമ്പോൾ അവർക്കും കൈ പൊള്ളുമോ? തീർച്ചയായിട്ടും പൊള്ളും സാർ, യാതൊരു സംശയവുമില്ല. അവരത് പഠിക്കാനിരിക്കുന്നതേ ഉള്ളൂ, മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ അവരുടെ മുമ്പിൽ നരേന്ദ്രമോദിയും BJPയും ആണ് അവരുടെ ഒരേ ഒരു അജണ്ട. അതിനെതിരായി ശബ്ദിക്കുന്നതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? വോട്ടാണെന്നല്ലേ ഈ പറഞ്ഞു വരുന്നത്. വോട്ടാണ്. അതിൻ്റെ വേറൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇവരീ പറയുന്ന വർഗീയതക്കെതിരായ ഒരു ഫാസിസത്തിനെതിരായ ആഗോള ദിമിത്രോവിൻ്റെ മുന്നണിയെക്കുറിച്ചൊക്കെ പറയുന്നവർ, ആ മുന്നണിയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവൻ ഹിന്ദു രാഷ്ട്രം വരാൻ പാടില്ല. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ അജണ്ടയിലുണ്ടോ, അത് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണോ ഒക്കെ ഞാൻ ആ വിഷയം വേറെ നമുക്ക് സംസാരിക്കേണ്ട. പക്ഷേ ഹിന്ദു രാഷ്ട്രം വരാൻ പാടില്ല എന്ന് വാദിക്കുന്ന ഒരു ഐക്യമുന്നണിയിൽ സൗകര്യം കിട്ടിയാൽ എത്രയും വേഗം ഇസ്ലാമിക രാഷ്ട്രം വരയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഹിന്ദു രാഷ്ട്രത്തിനെതിരായി വാദിക്കാൻ പോകുന്നവൻ്റെ ഭാവി എന്തായിരിക്കും? എന്താണത്? ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന് സമ്പൂർണമായ നാശം മാത്രമേ അത് വരുത്തുകയുള്ളൂ. ഒരു കാര്യം കൂടി സാർ ഓർക്കുന്നുണ്ട്, അഭിമന്യുവിനെ കൊന്ന കേസിലെ പ്രതികളെ ഇപ്പോഴും കണ്ടുകിട്ടിയിട്ടില്ല. ഈ കൈവെട്ട് കേസിലെ പ്രതി 16 കൊല്ലോ 17 കൊല്ലോ മറ്റോ കണ്ണൂരിലാണ് ഒളിച്ചിരുന്നത്, ഒന്നാം പ്രതി. ഇപ്പോഴാണ് മഹാഭാഗ്യത്തിന് പിടിച്ചു കിട്ടിയത്. അപ്പോൾ ഇങ്ങനെ ഈ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുള്ള നാടുകളിൽ ഇസ്ലാമിക തീവ്രവാദികളായ ക്രിമിനലുകൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേ സമയത്ത് തന്നെ അവർ കാണിച്ചു കൂട്ടുന്നതും പ്രചരിപ്പിക്കുന്നതുമായ ആശയങ്ങൾക്ക് വലിയ സംരക്ഷണം കിട്ടും. അഹമ്മദിനോട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇവരുടെ ഈ ഭീകരതയ്ക്ക് ഇങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നതിന് SDPI ഇവിടുത്തെ ഭരണകൂടത്തിന്റെ ഒത്താശയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട് സാർ, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അത് തീക്കളിയാണ്, വലിയ തീക്കളിയാണ്, യാതൊരു തർക്കവും വേണ്ട. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ SDPIയുടെ ജാഥ ജനശ്രദ്ധയെ ആകർഷിക്കുന്നത്, നമ്മളെ ഞെട്ടിക്കുന്നത് കേരളത്തിൻ്റെ കൂടി ഭാവി ഓർത്താണ് എന്ന് പറയാനാണ് ഞാൻ സാറിനോട് ഈ സങ്കടം, നമ്മുടെ ഒരു ആശങ്ക പങ്കിട്ടത്. നാട്ടുകാർ ജാഗ്രത പുലർത്തട്ടെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.